ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു മഞ്ഞ് പെയ്യുന്ന കാഴ്ചകളെ കുറിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പോർവോയിൽ മഞ്ഞ് പെയ്യുന്ന കാഴ്ചകളും ഹെൽസിങ്കിയിലെ ക്രിസ്മസ് മാർക്കറ്റിൽ മഞ്ഞ് പെയ്യുന്ന കാഴ്ചകളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പോർവോയിൽ തന്നെയാണ് ഉള്ളത്. ചെറുതായിട്ട് മഞ്ഞ് പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അത് കുറച്ച് ശക്തമായിട്ടുണ്ട്. ഇപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള തത്രപ്പാടിലാണിപ്പോൾ. ഈ വീഡിയോയിൽ എൻ്റെ മുഖം നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കാണേണ്ടി വരും, അതുകൊണ്ട് ക്ഷമ ചോദിക്കുന്നു. മഞ്ഞ് കണ്ട സന്തോഷം കൊണ്ട് ഒരുപാട് സ്വന്തം വീഡിയോ തന്നെ എടുത്തു പോയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ്. ചില സമയങ്ങളിൽ മഞ്ഞ് പെയ്യുമ്പോൾ സ്നോഫ്ലേക്സ് കാണാൻ പറ്റുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ സമയത്തെങ്ങാനും സ്നോഫ്ലേക്സ് ഉണ്ടോ എന്ന് സൂക്ഷിച്ച് നോക്കുകയാണ് ഞാൻ. സ്നോഫ്ലേക്സ് ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും ഈ ഒരു മഞ്ഞ് പെയ്യുന്ന കാഴ്ച എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. എൻ്റെ മാത്രമല്ല, ഞങ്ങളുടെ എല്ലാവരുടെയും ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യമാണ് മഞ്ഞ് പെയ്യുന്നത് കാണണമെന്ന്. അതിങ്ങനെ കാണാൻ പറ്റുമ്പോൾ അതും ഈ മനോഹരമായൊരു സ്ഥലത്ത് വെച്ച് തന്നെ മഞ്ഞ് പെയ്യുന്നത് കാണാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഇവിടുത്തെ ഒട്ടുമിക്ക ഷോപ്പുകളും ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഷോപ്പുകളാണെന്ന്. അങ്ങനെ ഒരു ഷോപ്പാണ് ഇത്. ഈ ഷോപ്പിൻ്റെ ഉള്ളിൽ കയറിയിരുന്നെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഷോപ്പിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാ ക്രാഫ്റ്റ് വർക്ക്സും കാണാൻ. ക്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു ഓരോ ഷോപ്പുകളിലും. അങ്ങനെ ഷോപ്പുകളിലൊക്കെ കയറി മഞ്ഞ് പെയ്യുന്നതും കണ്ട് ഞങ്ങളിങ്ങനെ നടന്നു. ഇടയ്ക്ക് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു കൂട്ടുന്നുണ്ടായിരുന്നു ഞങ്ങൾ. മോൻക്ക് ഫോട്ടോസിലോ വീഡിയോസിലോ ഒന്നിലും നിൽക്കാൻ ഇഷ്ടമില്ല. അവൻ അറിയാതെ വീഡിയോ എടുത്തതിന് പരാതിപ്പെടുകയാണ് അവന്. അങ്ങനെ ജീവിതത്തിലെ ആദ്യത്തെ മഞ്ഞ് പെയ്യുന്ന കാഴ്ച ഞങ്ങൾ ഒരുപാട് ആസ്വദിച്ചു. ഞങ്ങൾ ആദ്യമായിട്ട് മഞ്ഞ് കണ്ടത് ചെക്ക് റിപ്പബ്ലിക്കിലെ ബർണോ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചായിരുന്നു. അതൊരു വെറ്റ് സ്നോ ആയിരുന്നു. വെറ്റ് സ്നോ എന്ന് പറയുമ്പോൾ മഞ്ഞ് പെയ്തിട്ട് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അത് ഉരുകുമല്ലോ ചെറുതായിട്ട്. അങ്ങനെ ഉരുകി വെള്ളമൊക്കെ കൂടി ചേർന്നിട്ട് അത് കുറച്ച് ഹാർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കയ്യിൽ ഉരുട്ടുമ്പോൾ അതൊരു ഐസ് കട്ട പോലെയാവും. അപ്പോൾ അതിന് മഞ്ഞിൻ്റെ അത്ര ഒരു ഭംഗി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയിരുന്നു ആ കാഴ്ച. പിന്നീട് ഞങ്ങൾ ജോർജിയയിൽ പോയപ്പോൾ ഒരുപാട് മഞ്ഞ് കണ്ട് മടുത്തു എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു അവസ്ഥ വന്നിരുന്നു. പക്ഷേ ഈ മഞ്ഞ് പെയ്യുന്ന കാഴ്ച ഒരിക്കലും മടുക്കാത്തൊരു കാഴ്ചയാണ്. നടക്കുമ്പോൾ കണ്ണിലേക്ക് മഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കണ്ണ് ഇടയ്ക്കിടയ്ക്ക് അടക്കുന്നത്. ഇടയ്ക്കൊരു സുവനീർ ഷോപ്പിൽ കയറിയിട്ട് ഫ്രിഡ്ജ് മാഗ്നറ്റ്സും കപ്പൊക്കെ വാങ്ങി. എനിക്കൊരു കപ്പ് കളക്ഷൻ ഉണ്ട്. ഓരോ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവരുടെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കപ്പ്, എന്തെങ്കിലും സിമ്പിളൊക്കെ ഉള്ള കപ്പ് വാങ്ങും. അങ്ങനെ ഒരു കളക്ഷൻ എനിക്കുണ്ട്. ഓൾഡ് ടൗണിൽ നിന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ന്യൂ ടൗണിലേക്ക് എത്താം. ഓൾഡ് ടൗണിൽ നിന്ന് ഇങ്ങനെ നടക്കുന്ന വഴിക്ക് ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. ആ ബ്രിഡ്ജിൻ്റെ അടിയിലൂടെയാണ് ഞങ്ങൾ ക്രോസ് ചെയ്തിട്ട് ന്യൂ ടൗണിൻ്റെ ഏരിയയിലേക്ക് എത്തിയത്. ഞങ്ങളെ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് ഇന്ന സൈഡിൽ ഓൾഡ് ടൗണും മറ്റൊരു സൈഡിൽ ന്യൂ ടൗണും ആണ് ഉള്ളത് എന്നൊക്കെ ഉള്ള കാര്യം. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു ന്യൂ ടൗൺ ഇവിടെ അടുത്ത് തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പം ഞങ്ങൾ നടന്നിട്ട് ന്യൂ ടൗണുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ കുറേ പുതിയ മോഡേൺ ഷോപ്പിംഗ് ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. വെറുതെ ഒന്ന് കയറി പ്രൈസൊക്കെ ചെക്ക് ചെയ്ത് നോക്കി. നല്ല പ്രൈസിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഫിൻലൻഡ് മൊത്തമായിട്ട് എക്സ്പെൻസീവായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഒന്നും വാങ്ങാതെ ഞങ്ങൾ തിരിച്ചിറങ്ങി. എന്നിട്ട് കാറിൽ കയറി ഇപ്പം നമ്മൾ ഹെൽസിങ്കിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നല്ല മഞ്ഞ് വീഴ്ച തുടങ്ങിയിരുന്നു. ഞങ്ങളോട് ഡ്രൈവർ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, നിങ്ങൾക്ക് മഞ്ഞ് പെയ്യുന്നത് കാണാൻ പറ്റിയല്ലോ പോർവോയിൽ എന്നൊക്കെ. പിന്നെ ഞങ്ങളോട് പറഞ്ഞു നാളെ ഇവിടുത്തെ ടെമ്പറേച്ചർ -18 ആണെന്ന്.
ഞങ്ങൾ നാളെ ഇവിടുന്ന് റോവനേമിലേക്ക് പോവുകയാണ്. അവിടെ ഇതിനേക്കാളും താഴെയായിരിക്കും ടെമ്പറേച്ചർ. എന്താവുമോ ആവോ. ഇപ്പം നമ്മളുടെ ഉദ്ദേശം ഹെൽസിങ്കിയിൽ പോയിട്ട് ഇന്നലെ കാണാൻ പറ്റാതിരുന്ന ക്രിസ്മസ് മാർക്കറ്റ് കാണണമെന്ന്. മഞ്ഞ് പെയ്യുന്ന സമയത്തുള്ള ക്രിസ്മസ് മാർക്കറ്റ് കാണുക എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. അത് രാത്രിയിൽ മഞ്ഞ് പെയ്യുന്ന സമയത്ത് കാണണമെന്നാണ് ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷേ നമുക്കിപ്പോൾ പകല് മഞ്ഞ് പെയ്യുന്ന ക്രിസ്മസ് മാർക്കറ്റ് കാണാനേ പറ്റുള്ളൂ. എല്ലാ ആഗ്രഹങ്ങളും നടക്കില്ലല്ലോ. ഡ്രൈവർ ഞങ്ങളെ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ അടുത്ത് ഡ്രോപ്പ് ചെയ്തു. ഞങ്ങൾ ഡ്രൈവറോട് പറഞ്ഞു പോയിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ കാശൊക്കെ കൊടുത്തിട്ട് ആളെ പറഞ്ഞു വിട്ടു. ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തോളാം, അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഞങ്ങൾ നടന്ന് ഹോട്ടലിലേക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റിലെ കാഴ്ചകൾ കാണാം. ഈ റോഡ് ക്രോസ് ചെയ്ത് എത്തുന്നത് ക്രിസ്മസ് മാർക്കറ്റിലേക്കാണ്. പിന്നെ ആ കാണുന്നത് ഹെൽസിങ്കി കത്തീഡ്രലാണ്. ഇപ്പോൾ മഞ്ഞ് പെയ്യുന്നതിൻ്റെ ശക്തി കൂടിയിട്ടുണ്ട്, നല്ല തണുപ്പുണ്ട്. മോളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഹോട്ടലിലേക്ക് പോവാം. നമുക്കെന്തായാലും അത് കേട്ടതായിട്ട് ഭാവിക്കണ്ട. നമ്മളെന്താ മാർക്കറ്റിലേക്ക് കയറാണ്ട് ഇവിടെ തന്നെ നിന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇവിടെ തന്നെ നിൽക്കാൻ കാരണം ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ക്രിസ്മസ് മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോവാം, എന്നിട്ട് രാത്രിയിൽ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള അവസ്ഥയിൽ കാണാൻ വരാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഈ മഞ്ഞ് പെയ്യുന്ന സമയത്ത് ക്രിസ്മസ് മാർക്കറ്റ് കാണാമെന്നുള്ളതൊരു ആഗ്രഹമാണല്ലോ. അപ്പോൾ ഇതെന്തായാലും നല്ലപോലെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം കൺഫ്യൂഷനായിട്ട് നിന്നത് കൊണ്ടാണ് ഇവിടെ തന്നെ നിന്നത്. അങ്ങനെ ഇവിടെ കുറച്ച് നേരം ചിലവഴിക്കാമെന്നുള്ള തീരുമാനം എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ഡ്രൈവറെ പറഞ്ഞു വിട്ടത്. നമ്മൾ ക്രോസ് ചെയ്തിട്ട് ക്രിസ്മസ് മാർക്കറ്റുള്ള സ്ഥലത്തെത്തി. ഇനി നമുക്ക് ക്രിസ്മസ് മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ കാണാം. ക്രിസ്മസ് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത് ഹെൽസിങ്കി സെൻറ്ററിലെ സെനറ്റ് സ്ക്വയറിലാണ്. അതായത് ഹെൽസിങ്കി കത്തീഡ്രലിൻ്റെ മുന്നിലായിട്ടാണ് ക്രിസ്മസ് മാർക്കറ്റ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ സെൻട്രലായിട്ട് അലക്സാണ്ടർ രണ്ടാമൻ്റെ സ്റ്റാച്യു ഉണ്ട്. അലക്സാണ്ടർ രണ്ടാമൻ്റെ ആ സ്റ്റാച്യു ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. നല്ലപോലെ മഞ്ഞ് പെയ്യുന്നുണ്ട്. തണുപ്പ് കാരണം അധിക നേരമൊന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നി ആദ്യം. എന്നാലും ഞങ്ങൾ കുറേ നേരം ഇവിടെ ചിലവഴിച്ചു. കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു മഞ്ഞ് പെയ്യുന്നത് കാണാനൊക്കെ. തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല എന്നത് മറ്റൊരു കാര്യം. എന്നാലും മഞ്ഞ് പെയ്യുന്ന സമയത്ത് ഈ ഫെസ്റ്റിവൽ കാഴ്ചകളിലൂടെ നടക്കുന്നത് ഒരു പ്രത്യേക അനുഭവമായിരുന്നു. അതുകൊണ്ട് കുറേ നേരം ഞങ്ങൾ ഈ ക്രിസ്മസ് മാർക്കറ്റിലൂടെ നടന്നു. നമുക്ക് കഴിക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചാണ് അധികം നടന്നത്. എന്തെങ്കിലും സ്വീറ്റ്സോ അല്ലെങ്കിൽ ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ വാങ്ങാമെന്നുള്ള ഉദ്ദേശത്തിലാണ് നടക്കുന്നത്. അങ്ങനെ അവസാനം ഞങ്ങൾ വാങ്ങി കഴിച്ചിട്ടുണ്ട്. അതൊക്കെ കാണാൻ നമുക്ക് അതിനു മുമ്പായി നമുക്ക് വെറുതെ ഇവിടെ ഇങ്ങനെ നടക്കാം. അവിടെ സാന്റാക്ലോസ് വേഷത്തിലൊരാളുണ്ടായിരുന്നു. ആദ്യം ആളുടെ അടുത്ത് ഫോട്ടോ എടുക്കാനൊന്നും ആളുണ്ടായിരുന്നില്ല. പിന്നെ ഭയങ്കര കൂടെ ആളുകളായി. നിഷാദിന് ഫോട്ടോ എടുക്കാൻ നിൽക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ആളുകൾ കൂടിയപ്പോൾ പിന്നെ ആ പണിക്ക് നിന്നില്ല, ഞങ്ങൾ നടന്നു. ഞങ്ങളിങ്ങനെ ആൾക്കൂട്ടം നോക്കിയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് ഒരു പ്രായമായിട്ടുള്ള ഒരു സ്ത്രീ എന്നെ ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആളുടെ ഭാഷയിലാണ് പറയുന്നത്, പോയി നിൽക്കുമോ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ ചിരിച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് നടന്നു. എന്നത്തെയും പോലെ ഞാൻ കുറച്ച് നേരം മിണ്ടാതിരിക്കാം. നിങ്ങൾ എൻ്റെ കൂടെ നടക്കുന്നത് പോലെ ഈ കാഴ്ചകളും കണ്ട് നമുക്ക് നടക്കാം. I don't care. Balik na ta? Yeah, so Hallo.
Aito iskelmä. Toivottaa kaikille Tuomaan markkinoiden myyjille. ഇതാ അങ്ങോട്ടുണ്ട്. കഴിക്കാൻ എന്ത് വാങ്ങും എന്ന് അന്വേഷിച്ച് ഞങ്ങളിങ്ങനെ നടന്ന് അവസാനം ഞങ്ങളൊരു ഡോണറ്റ് ഷോപ്പ് കണ്ടു. അവിടുന്ന് ഡോണറ്റ്സും ഹോട്ട് ചോക്ലേറ്റും പിന്നെ ഒരു ബ്ലൂബെറി ജ്യൂസും വാങ്ങി കഴിച്ചു. അതിനടുത്ത് തന്നെ മറ്റൊരു ഷോപ്പിൽ നിന്ന് ഞങ്ങൾ ഒരു മിക്സ്ഡ് ചിപ്സ് വാങ്ങി കഴിച്ചു. പൊട്ടാറ്റോ, ബീട്രൂട്ട്, പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ഒരു 3 തരം മിക്സ് ആയിട്ടുള്ള ചിപ്സ്. ഞങ്ങൾ സ്റ്റെപ്പ് കയറിയിട്ട് കത്തീഡ്രലിൻ്റെ അടുത്തേക്ക് പോകാൻ നിന്നിട്ടില്ല. മഞ്ഞ് പെയ്യുന്നത് കാരണം സ്റ്റെപ്പ് കയറാനുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ പണിക്ക് നിന്നിട്ടില്ല. ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് നടന്നു. ഇനി ഞങ്ങൾക്ക് ഹോട്ടലിലേക്ക് പോകണം. ആദ്യം വിചാരിച്ചു ട്രാം എടുക്കാമെന്ന്, പിന്നെ തോന്നി വേണ്ട, നടക്കാം, മഞ്ഞ് പെയ്യുന്ന കാഴ്ചകളും കണ്ട് നടക്കാമെന്ന്. അതിനായിട്ട് ഗൂഗിളിൽ ചെക്ക് ചെയ്യാണ്. കുറച്ച് നടക്കാനുണ്ട്, ഇനി നമുക്ക് നടന്നിട്ട് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഹോട്ടലിലേക്ക് പോവാം. Ei me saada mennä. ആ ദൂരെ കാണുന്നത് സ്പെൻസ്കി കത്തീഡ്രലാണ്. പ്രൊനൗൺസിയേഷൻ കറക്റ്റാണെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്. ആ കത്തീഡ്രലിൻ്റെ അടുത്തേക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ 2 മക്കളും ബഹളം ഉണ്ടാക്കി. ഹോട്ടലിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. ഹോട്ടലിലേക്ക് പോകാൻ റൈറ്റ് സൈഡിലേക്കാണ് നടക്കേണ്ടത്, കത്തീഡ്രലിലേക്ക് നേരെ നടക്കണമല്ലോ. അപ്പോൾ അതിനവർ സമ്മതിച്ചില്ല. അതുകൊണ്ട് ദൂരെ നിന്ന് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് നടന്നു. നല്ല ശക്തമായി തന്നെ മഞ്ഞ് പെയ്യുന്നുണ്ട്, നിങ്ങൾ കേൾക്കുന്നില്ലേ? തിരിച്ച് നടക്കുമ്പോൾ ഞങ്ങളെല്ലാവരും നല്ലപോലെ വിറച്ചുകൊണ്ടായിരുന്നു നടന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഇനി ഫിൻലാൻഡിലെ മറ്റു വിശേഷങ്ങളുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.